ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മെമ്പറാ ഈ പരിസരത്തുള്ള ആൾക്കാരാ ഒന്ന് വിളിച്ചു ചോദിക്കുക, കാറ്റും മഴയും വന്നാലൊന്ന് വിളിച്ചു ചോദിക്കാനാ, ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം ഞങ്ങളെത്തുമ്പോൾ സുമയുടെയും 3 പെൺമക്കളുടെയും ജീവിതാവസ്ഥ ഇതായിരുന്നു. പൊക്കാളിപ്പാടത്തിന് നടുവിൽ മരത്തടിയിൽ കെട്ടിപ്പൊക്കി ഷീറ്റുകൊണ്ട് മറച്ച കുടിലിലെ ജീവിതം അരക്ഷിതത്വം നിറഞ്ഞതാണ്. 1 മാസത്തിനു ശേഷം വീണ്ടും ഞങ്ങൾ സുമയുടെ വീട്ടിലെത്തി. മഴയത്ത് പാടത്തെ ജലനിരപ്പ് ഉയർന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വീടിനു ചുറ്റും ചെളി നിറഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം ഇവരുടെ ദുരിതമറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ച അധികൃതർ മീഡിയ 1 വാർത്തയെ തുടർന്ന് ഇപ്പോൾ ഇവരെ തിരഞ്ഞെത്തുന്നു. വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയണത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് വീട് വെച്ച് തരാമെന്നാണ് പറയണത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ പുനരധിവാസം സംബന്ധിച്ച് സ്ഥലം MLA S. ശർമ്മ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നമ്മൾ തഹസിൽദാരുടെ അടുത്ത് അതിനുള്ള ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും അവരെ വേറെ എവിടെയും മാറ്റി താമസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തഹസിൽദാർ നേരിട്ട് തന്നെ ചെന്നിരുന്നു അവരുടെ അടുത്ത്. രണ്ടാമത്തെ മകൾ രമ്യയുടെ കോളേജിലെ അധ്യാപകനും ഇവർക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒടുവിൽ സുമയുടെയും കുടുംബത്തിൻ്റെയും ദുരിത ജീവിതത്തിനു മുന്നിൽ അധികൃതർ കണ്ണു തുറക്കുകയാണ്. ഇവർക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലം കിട്ടുന്നതുവരെയും പക്ഷേ സമൂഹത്തിൻ്റെ ജാഗ്രത തുടർന്നുകൊണ്ടേയിരിക്കണം. സുമയുടെ വീട്ടിനു മുന്നിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ 1.